അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാ പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ല അദ്ദേഹം, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പം ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ ആയാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും, വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം 7 ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിവില്ലാത്തതാണെങ്കിൽ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞാൽ എന്നെ വിട്ടൂടെ? എന്നെ അങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയാം. ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അറിയോ? നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് നോക്കിക്കോ, അവരാണ് എന്നെ പുറത്താക്കിയതിൻ്റെ പിന്നിൽ. അതിൻ്റെ കാര്യം എന്നെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അതില്ലാന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങേ ലോകത്ത് പോയാൽ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ചതികൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ